എറണാകുളം വൈറ്റില ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തനരഹിതമായിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ട്രാഫിക് സിഗ്നലിന്റെ പ്രവർത്തനം പോലീസ് ഏറ്റെടുത്ത് 1 മാസം പിന്നിട്ടതോടെയാണ് സിഗ്നൽ പ്രവർത്തനരഹിതമായത്. പ്രതിദിനം ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ട്രാഫിക് പോയിന്റിലാണ് ഈ ദുരവസ്ഥ. വൈറ്റില ജംഗ്ഷനിലെ ഈ സിഗ്നൽ തകരാറിലായിട്ട് ഏകദേശം 10 ദിവസത്തോളം ആകുകയാണ്. 2020 ഈ സിഗ്നലിൻ്റെ ചുമതല CSML ഏറ്റെടുക്കുന്നത്. അതിൻ്റെ നിയന്ത്രണവും അതോടൊപ്പം തന്നെ പരിപാലനവും ഉൾപ്പെടെയായിരുന്നു CSML ഏറ്റെടുത്തത്. ഏകദേശം 5 വർഷത്തേക്കായിരുന്നു സംസ്ഥാന സർക്കാർ CSMLന് കരാർ നൽകിയത്. ആ കരാർ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ചു. അതിനുശേഷം CSML ഇതിൻ്റെ ചുമതല സിറ്റി പോലീസിന് കൈമാറിയിരുന്നു. സിറ്റി പോലീസ് ഏറ്റെടുത്ത് ഏകദേശം 1 മാസം മാത്രമാണ് ഈ വൈറ്റില സിഗ്നൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം പിന്നീട് സിഗ്നൽ തകരാറിലാകുകയായിരുന്നു. നേരത്തെ ഇതിന് സിഗ്നലിൻ്റെ തകരാർ നിയന്ത്രിക്കാനുള്ള കരാർ നൽകിയിരുന്നത് CSML നൽകിയിരുന്നത് കെൽട്രോണിനാണ്. എന്നാൽ കെൽട്രോണിന് നിലവിൽ കൊടുക്കാനുള്ള പൈസ പോലീസിൻ്റെ പക്കൽ ഇല്ലാത്തതാണ് നിലവിൽ ഇപ്പോൾ ഈ സിഗ്നൽ തകരാറിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 10ഓളം വരുന്ന ട്രാഫിക് പോലീസുകാർ ഈ ഗതാഗതം നിയന്ത്രിക്കേണ്ട അവസ്ഥയും ഉണ്ടാകുന്നത്. നമുക്കറിയാം, അതിരാവിലെ മുതൽ ശക്തമായ രീതിയിലുള്ള ഗതാഗത കുരുക്കുള്ള ഒരിടമാണ് ഈ വൈറ്റില എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്ത് ഒരേ സമയം 10 ട്രാഫിക് പോലീസുകാരുടെ സേവനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ട് ഈ വാഹന ഗതാഗത കുരുക്ക് അഴിക്കുന്നത്. 10 ദിവസമായി സിഗ്നൽ കംപ്ലൈൻ്റ് ആയിട്ട്. അതിന്റെ ബുദ്ധിമുട്ടല്ലേ കാണാണ്ടില്ലേ? പരിഹരിക്കണ്ടേ? അവർക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് ഞങ്ങൾ SIനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇലക്ട്രോണിന് 2 കോടി രൂപയോളം കൊടുക്കാറുണ്ട്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായി. പിന്നെ ഇത് പൊളിക്കാൻ പോകണമെന്നും പറയുന്നുണ്ട്. ഇത് ഒന്ന് ചെയ്യാനുള്ള ഒരു നടപടി ഇവരുടെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇതുവരെ ഒന്നും കാണുന്നില്ല. എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് തൊട്ടപ്പുറത്ത് കാണാം ഒരു ട്രാഫിക് പോലീസുകാരൻ നിന്ന് നിയന്ത്രിക്കുന്നത്. അദ്ദേഹം മണിക്കൂറുകളായിട്ട് നിന്ന് നിയന്ത്രിക്കുകയാണ്. വെയിലുണ്ട്. തൊട്ടിപ്പുറത്ത് ഇതിനെ നടുക്ക് നിൽക്കുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് മേൽപ്പാലം ഉള്ളതുകൊണ്ട് ഈ വെയിൽ കൊള്ളാതെ നിൽക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഗതാഗത നിയന്ത്രണം ഇങ്ങനെ 10 ദിവസത്തിലധികമായിട്ട് ഈ 10ഓളം വരുന്ന ട്രാഫിക്കിലെ പോലീസുകാർ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ സർക്കാർ ഈ കരാർ CSMLന് നൽകിയിരിക്കുന്ന കരാർ വീണ്ടും പുതുക്കണം. അങ്ങനെയെങ്കിൽ CSML ഇത് ഏറ്റെടുത്ത് കെൽട്രോണിന് അതിൻ്റെ മെയിൻ്റനൻസിനുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഈ സിഗ്നലിൻ്റെ തകരാർ പരിഹരിച്ച് നല്ല രീതിയിലുള്ളൊരു ഗതാഗതം സുഗമമാക്കാൻ കഴിയും എന്നതാണ് CSML വ്യക്തമാക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരാണ് ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു തീരുമാനമെടുക്കേണ്ടത്. ഈ ഗതാഗത നിയന്ത്രണത്തിനൊരു പരിഹാരം കൊണ്ടുവരേണ്ടതും സംസ്ഥാന സർക്കാർ തന്നെയാണ്. ജോയി സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.